എല്ലാവർക്കും നമസ്കാരം. ഈ ചടങ്ങിൽ വിശിഷ്ട അതിഥിയായി പങ്കെടുക്കുന്ന ബഹുമാനപ്പെട്ട ജില്ലാ പോലീസ് മേധാവി, മറ്റ് വേദിയിലും ഈ യോഗത്തിൽ അലി അവരുടെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യും. പ്രിയപ്പെട്ട സ്വാഗതം ചെയ്യുന്നു. പിന്നെ ഈ യോഗത്തിൽ നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് ഈ യോഗത്തിലേക്ക് കാരണമായിട്ട് സ്വാഗതം ചെയ്യുക. ഒപ്പം തന്നെ ഈ പ്രിയപ്പെട്ട ഈ യോഗത്തിൽ പങ്കെടുക്കുന്ന പ്രിയപ്പെട്ട മീഡിയാസ്, അങ്ങനെ മുഴുവൻ ആളുകളെയും അടിയന്തരമായിട്ടൊരു മീറ്റിംഗ് അറ്റൻഡ് ചെയ്യേണ്ടതുള്ളതുകൊണ്ട് ബഹുമാനപ്പെട്ട DPC അവർക്ക് ഇവിടുന്ന് താൽക്കാലികമായി റിലീവ് ചെയ്യേണ്ട ഒരു സാഹചര്യമുണ്ട്. ഈ ചടങ്ങിലേക്ക് ആശംസയെക്കുറിച്ച് സംസാരിക്കുന്നതിനായിട്ട് ബഹുമാനപ്പെട്ട അഡീഷണൽ SP എസ് മാത്യു സാറിനെ ക്ഷണിക്കുന്നു. ശ്രീ അരുൺ നാരായണൻ നമ്മുടെ നടപടിക്കാറ്റ് കണ്ടപ്പം തുടങ്ങിയ ആവേശം ഇപ്പോഴും അതുപോലെ തന്നെ ഉണ്ട്. അതിനുശേഷം എത്രയോ സൂപ്പർ ഹിറ്റ് സിനിമകൾ നമ്മൾ കണ്ടു. രാജാവിൻ്റെ മകൻ മുതൽ സംഘം മുതൽ അങ്ങനെ നോക്കുന്ന സിനിമകൾ. അപ്പോൾ ആ ആവേശം ഇപ്പോഴും ഉണ്ട്. അതുകൊണ്ട് ഈ പരിപാടി പെട്ടെന്ന് വെച്ചപ്പോൾ എനിക്കൊരു അത്ഭുതമായിരുന്നു. പോലീസ് കഥകൾ നമ്മളെയൊക്കെ സ്വാധീനിച്ച ധാരാളം പോലീസ് ഉദ്യോഗസ്ഥരെ സംബന്ധിച്ചിടത്തോളം ആ കാലത്തെ കമ്മീഷണറും സംഘവും സംഘമല്ല ഇൻസ്പെക്ടർ ബെൽറവും അങ്ങനെ നിരവധി സിനിമകൾ ഇപ്പോഴും നമ്മുടെ മനസ്സിലുണ്ട്. അന്നേരം നമുക്ക് ഇതുപോലെ ആഘോഷം വയ്ക്കാം. എന്തായാലും ശരത്തിനും ബാക്കി ഇതിനെ പ്രവർത്തിച്ച എല്ലാവർക്കും ആശംസകൾ നേർന്നുകൊണ്ട് എൻ്റെ വാക്കുകൾ താങ്ക് യു. ഇന്നിപ്പോൾ അതിനുവേണ്ടി ക്ഷണിക്കാൻ വന്നപ്പോൾ ഞാൻ ശരത്തുമായിട്ട് ചില കാര്യങ്ങൾ ഇങ്ങനെ ഞങ്ങൾ ചർച്ച ചെയ്തു. ഏതായാലും ആ രംഗത്ത് വിജയിച്ചതിലും അവിടെയും നമ്മുടെ അഡീഷണൽ SP സൂചിപ്പിച്ചതുപോലെ 100 കോടി ക്ലബിലേക്ക് ഈ സിനിമയും എത്തട്ടെ. മികച്ച വേഷം കണ്ടത് ഞങ്ങളുടെ നാട്ടിൽ വെച്ച് ഷൂട്ട് ചെയ്ത സിനിമ ഓർഡർലി, ഗവിയുടെ പശ്ചാത്തലത്തിലെടുത്ത സിനിമയിൽ ആ ഒരു വില്ലൻ കഥാപാത്രമായി മാറുന്ന ആസിഫ് അലിയുടെ ഒരു മറ്റൊരു രൂപം നമ്മൾ കണ്ടു. പിന്നെ കോട്ടൈ നസീറിനെ ആ പേര് കേൾക്കുമ്പോൾ തന്നെ മലയാളികൾ ചിരിക്കുന്ന ഒരു കലാകാരനാണ് അദ്ദേഹം. പണ്ട് ഒരൊറ്റ വേഷത്തിൽ പല നടന്മാരെ അനുകരിച്ച് അവസാനം വന്ന് അന്യനായി മാറുന്ന ഒരു രംഗം. ഇപ്പോഴും ഞാൻ എപ്പോഴും മനസ്സിന് എന്തെങ്കിലുമൊക്കെ സമ്മർദ്ദം ഉണ്ടാകുമ്പോൾ പെട്ടെന്ന് എടുത്തിച്ച് കാണുന്നത് കോട്ടൈ നസീർ അടിച്ചിട്ട് ആ പലരുടെയും KP ഉമറിന്റെ, ജനാർദ്ദനന്റെ, MG സോമന്റെ നമ്മുടെ ആ ഒരു സീരിയസ് ആയിട്ട് ഇങ്ങനെ വന്നിട്ട് അതിനെ നമ്മുടെ മനസ്സിലേക്കുള്ള എന്ത് വലിയ ഒരു മാനസിക സമ്മർദ്ദങ്ങളുണ്ടെങ്കിലും അതിനെ ലാഘവത്തോടെ കാണാൻ പറ്റുന്ന രീതിയിൽ കൊണ്ടുപോകാൻ കഴിവുള്ള ഒരു നടനാണ് കോട്ടൈ നസീർ. അതുപോലെ തന്നെ നമ്മുടെ സംവിധായകൻ കുടുംബമാണെന്ന് എനിക്ക് തോന്നുന്നു ജിസ്റ്റോയി, അതേപോലെ തന്നെ നമ്മുടെ നിർമ്മാതാവ് അരുൺ, എല്ലാവർക്കും നമ്മൾ കണ്ടു. അതെല്ലാം വളരെ അനായാസമായിട്ട് കൈകാര്യം ചെയ്തുകൊണ്ടൊരു നമ്മളുടെ അടുത്തുള്ള, പണ്ടൊക്കെ മോഹൻലാലിനെ പറയുന്നത് നമ്മുടെ തൊട്ടടുത്തുള്ള ഒരു പയ്യൻ എന്നുള്ള അല്ലെങ്കിൽ തൊട്ടടുത്തുള്ള ഒരു സഹോദരൻ എന്നുള്ള രീതിയിലുള്ള ആ രീതിയിലുള്ള ഒരു ഇമേജ് ആസിഫ് അലിക്ക് ഇപ്പോൾ മലയാളത്തിലുണ്ട്. അതിൽ ഏത് വേഷവും ഇപ്പോൾ പോലീസ് ആ ഇൻസ്പെക്ടറുടെയൊക്കെ കാർത്തിക് എന്താണ് മോശമാണോ? കാർത്തിക് വളരെ സ്റ്റൈലായിട്ട് അല്ലെ ഓരോ രംഗങ്ങളിലും ഒക്കെ വളരെ നല്ലവണ്ണം ബിജുമേനോനുമായിട്ടുള്ള മത്സരിച്ചുള്ള അഭിനയം അതൊക്കെ വളരെ നല്ല രീതിയിൽ ഉണ്ടായി. ആ കഥയെ സംബന്ധിച്ചോളം എനിക്കതിൻ്റെ ഓരോ തന്തുക്കളും ഓരോ സീനും എനിക്കറിയാവുന്ന സംഭവമാണ്. ഇതിൻ്റെ ചിത്രീകരണത്തിനൊക്കെ വളരെ മുമ്പേ തന്നെ. അപ്പം അതൊക്കെ വളരെ നല്ലവണ്ണം വന്നു. അത് നിങ്ങളുടെ മുമ്പിൽ എത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കോട്ടയം നസീറും മറ്റൊരു കോട്ടയം നസീർ എന്നൊക്കെ പറഞ്ഞാൽ ഒരു പ്രതിഭാസമാണ്. നമ്മുടെ അദ്ദേഹത്തിൻ്റെ വരകൾ അത് നിങ്ങൾക്ക് അറിയുമോ എന്നറിയില്ല. വരകൾ ഒരു പ്രദർശനത്തിന്റെ റിവ്യൂവും കാര്യങ്ങളൊക്കെ കണ്ടിരുന്നു. വളരെ മനോഹരമായിട്ട് പടം വരയ്ക്കുന്ന ആളാണ്. അതാണ് എനിക്ക് തോന്നുന്നത് ഇതിനെക്കാട്ടിലൊക്കെ മുന്നിൽ നിൽക്കുന്ന എല്ലാ നസീറെ അതിനെക്കാട്ടിലൊക്കെ മുന്നിൽ നിൽക്കുന്ന ഒരു കഴിവെന്ന് പറയുന്നത്. അപ്പം അതൊക്കെ അങ്ങനെ പ്രതിഭാധനന്മാരുടെ ഒരു സംഗമമാണ് മലയാള സിനിമയെ സംബന്ധിച്ച്.